കോഴിക്കോട് പുറമേരിയിൽ അമിത വേഗത്തിലെത്തിയ കാർ വിദ്യാർത്ഥിയെ ഇടിച്ചു തെറിപ്പിച്ചു. കടത്തനാട് രാജ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സൽമാനാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ആദ്യം അതിലേക്ക്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണത്. എന്താണ് സംഭവിച്ചത്? ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് നിഖിൽ? റിജിത്ത്, ഈ കുട്ടി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്തെ കടയിൽ പോയൊരു സാധനം വാങ്ങി തിരികെ വരുന്നതിനിടയിലാണ് കൂട്ടുകാരനൊപ്പം തിരികെ വരുന്നതിനിടയിലാണ് ഈ സൽമാനെ ഈ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വളരെ വേഗത്തിലാണ് ആ കാർ വരുന്നത്. തുടർന്ന് ഈ കുട്ടിയെ ഇടിക്കുന്നു. കുട്ടി തെറിച്ചു വീഴുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത് കണ്ടു നിന്ന ആളുകളൊക്കെ നടുങ്ങിപ്പോകുന്ന തരത്തിലേക്കാണ്. ആ CCTVയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ റോഡിലുണ്ടായിരുന്ന ആളുകളൊക്കെ ആ ദൃശ്യങ്ങൾ കണ്ട് തലയിൽ കൈവച്ച് പോവുകയാണ്. എന്തായാലും ആ കുട്ടി അപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ എഴുന്നേൽപ്പിക്കുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കാര്യമായ പരിക്കുകളൊന്നും തന്നെ കുട്ടിക്ക് ഇല്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്കൂളിലെ പുറമേരി KR സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥിയാണ് സൽമാൻ. തിരക്കേറിയ ഈ റോഡിൽ സീബ്ര ലൈനുകളോ സ്കൂളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സൽമാന്റെ രക്ഷപ്പെടൽ അത് അത്ഭുതകരമെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. സൽമാനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരനും പരിക്കൊന്നും ഏറ്റില്ല. ശരി, കോഴിക്കോട് പുറമേരിയിലാണ് അമിത വേഗത്തിലെത്തിയ കാർ വിദ്യാർത്ഥിയെ ഇടിച്ചു തെറിപ്പിച്ചത്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണത്. വിദ്യാർത്ഥിക്ക് കാര്യമായി പരിക്കേറ്റില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.